ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ യൂണിവേഴ്സിറ്റി LGS അതുപോലെ LGS മെയിൻസിനൊക്കെ ആയിട്ടുള്ള SCRT ബേസ്ഡ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 4ാമത്തെ മൊഡ്യൂളാണ് അല്ലേ. 4ാമത്തെ മൊഡ്യൂളിൽ അടുത്തൊരു ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠം. 10ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠം ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം. അപ്പോൾ SCRTയുടെ പ്രാധാന്യം നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ വരികളും ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ, ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങൾ 3. ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങൾ എത്രയാണ്? 3. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ് എന്നിവ ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങളാണ്. മൺസൂണിന്റെ ആരംഭത്തിൽ, അതായത് ജൂണിൽ വിളയിറക്കി മൺസൂണിന്റെ അവസാനം, അതായത് നവംബർ ആദ്യവാരം വിളവെടുക്കുന്ന കാർഷിക കാലമാണ് ഖാരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഖാരിഫ് കൃഷിയുടെ കാലം ഏതാണ്? മൺസൂണിന്റെ ആരംഭത്തിൽ, അതായത് ജൂണിൽ വിളയിറക്കി മൺസൂണിന്റെ അവസാനം എന്ന് പറയുന്ന നവംബർ ആദ്യവാരം വിളവെടുക്കുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ക്ലിയർ ആണോ? കാർഷിക കാലങ്ങൾ ഏതാണ്? 3 ഉണ്ട്: ഖാരിഫ്, റാബി, സെയ്ദ്. ഓക്കെ, അടുത്തത് പ്രധാന ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല, എള്ള് എന്നിവ. അപ്പോൾ ഖാരിഫ് വിളകൾ ഏതെല്ലാമാണ്? അതായത് ഈ കാർഷിക വിള കാലഘട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾ ഏതെല്ലാമാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല, എള്ള്. അടുത്തത് ശൈത്യകാല ആരംഭത്തിൽ. ഏതാണ്? ശൈത്യകാല ആരംഭത്തിൽ, അതായത് നവംബർ കഴിഞ്ഞു അല്ലേ. നവംബർ കഴിഞ്ഞാൽ ഡിസംബർ അല്ലേ. നവംബർ മധ്യത്തിൽ എന്ത് ചെയ്യുന്നു? വിളവിറക്കി വേനലിന്റെ ആരംഭത്തിൽ, അതായത് മാർച്ചിൽ വിളവെടുക്കുന്ന കാർഷിക കാലമാണ് റാബി. എന്താണ്? നവംബർ മധ്യം അല്ലേ. ശൈത്യകാല ആരംഭത്തിൽ വിളവിറക്കി വേനലിന്റെ ആരംഭത്തിൽ, അതായത് മാർച്ചിൽ വിളവെടുക്കുന്ന കാർഷിക കാലമാണ് ഏത്? റാബി. അപ്പോൾ പ്രധാന റാബി വിളകൾ ഏതെല്ലാമാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവ. നോക്കൂ, ഗോതമ്പ്, പുകയില. ഗോതമ്പ് എന്താണ്? നമുക്കറിയാം അല്ലേ. ഉഷ്ണകാലത്ത് വരുന്ന അല്ലെങ്കിൽ വിളവിറക്കാനും വിളവെടുക്കാനൊക്കെ പറ്റിയ ഒരു വിളയാണ് ഗോതമ്പ്. പുകയിലയും. അപ്പം നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കണം. എങ്ങനെയാണ് പഠിക്കുക? ഈ പുകയില എന്ത് ചെയ്യുന്നു? നല്ല ചൂടാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ പുകയിലിട്ട് വായിലിട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അതുപോലെ കടുക് എന്താ ചെയ്യുക? നമ്മൾ സാധാരണ ചൂട്ടിലാണല്ലോ കടുക് പൊട്ടിക്കുന്നത് അല്ലേ. അതുപോലെ പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയെല്ലാം എന്താണ്? റാബി വിളകളാണ്. അടുത്തത് വേനലിൻ്റെ ആരംഭത്തിൽ, അതായത് മാർച്ചിൽ വിളവിറക്കി മൺസൂണിൻ്റെ ആരംഭത്തിൽ, അതായത് ജൂണിൽ വിളവെടുക്കുന്ന തരം കാർഷിക കാലമാണ് എന്തെന്ന് പറയുന്നത്? സെയ്ദ് എന്ന് പറയുന്നത്. വേനലിൻ്റെ ആരംഭത്തിൽ വിളവിറക്കി മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്ന തരം കാർഷിക കാലമാണ് എന്താ? സെയ്ദ്. ശരിയല്ലേ? നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഏത് കാലഘട്ടത്തിലാണ് കൂടുതൽ കിട്ടുക? മാർച്ചിൻ്റെ ഒരു സമയത്ത് പഴങ്ങളുടെ സീസൺ ആണല്ലേ. അതുപോലെ പച്ചക്കറികൾ. ഓക്കെ, അപ്പോൾ സെയ്ദ് വിളകൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ എന്താണ്? സെയ്ദ് വിളകളാണ്. ഇനി മസ്റ്റാണ്, ഇതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും പഠിക്കണേ. അടുത്തത് തിനവിളകൾ അഥവാ ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ് അല്ലേ. ഇപ്പം മില്ലറ്റ്സ് ഇയർ ആയിട്ട് നമ്മൾ ആചരിച്ചു അല്ലേ. അപ്പോൾ തിനവിളകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ തിനവിളകൾ അഥവാ ചെറുധാന്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ജോവർ, ബജ്റ, റാഗി എന്നിവ എന്താണ്? തിനവിളകളാണ്. ജോവർ, ബജ്റ, റാഗി എന്നിവ തിനവിളകളാണ്. തിനവിളകൾ അഥവാ ചെറുധാന്യങ്ങൾ. ഓക്കെ, അടുത്തത് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത് അഗർ, അതായത് കര, കൾച്ചർ അഥവാ കൃഷി എന്നീ ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ്? അഗർ അഥവാ കര, കൾച്ചർ അഥവാ കൃഷി എന്നീ ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ കാർഷിക വിളകളെ 2ആയി തിരിക്കാം. ഒന്ന് ഭക്ഷ്യവിളകളെന്നും 2 നാണ്യവിളകളെന്നും.
എങ്ങനെ ഇന്ത്യയിലെ കാർഷിക വിളകളെ രണ്ടായി തിരിക്കാം: ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളാണെന്ത്? ഭക്ഷ്യവിളകൾ. അപ്പൊ ഭക്ഷണത്തിന് ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളാണെന്ത്? ഭക്ഷ്യവിളകൾ. ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളകളാണ് നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, തിനവിളകൾ, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളകളാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഭക്ഷ്യവിളയാണ് നെല്ല്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ആവശ്യമായ താപനില 24°C ആണ്. നെൽകൃഷിക്ക് ആവശ്യമായ താപനില 24°C മുകളിൽ. അടുത്തത്, നെൽകൃഷിക്ക് ആവശ്യമായ മഴ എത്രയാണ്? 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ആവശ്യമുണ്ട്. 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ എന്തിനാവശ്യമുണ്ട്? നെൽകൃഷിക്ക്, അല്ലെ? അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഭക്ഷ്യവിളയാണ് എന്ത്? ഗോതമ്പ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഗോതമ്പ് കൃഷിക്ക് എങ്ങനെയുള്ള മണ്ണാ വേണ്ട? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഗോതമ്പ് കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് 10 മുതൽ 26°C വരെയുള്ള താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമുണ്ട്. അപ്പം നമ്മൾ നെല്ലും ഗോതമ്പും കണക്ട് ചെയ്ത് പഠിക്കണം. നെല്ലിന് എത്ര ഡിഗ്രിയാണ് വേണ്ടത്? 24°C മുകളിൽ താപനില വേണം. എന്നാൽ ഗോതമ്പിനോ 10 തൊട്ട് 26°C ഉള്ള താപനില മതി. അതുപോലെ മറ്റേ നമ്മുടെ നെല്ലിന് ആവശ്യമായ മഴ എത്രയായിരുന്നു? 150 സെന്റിമീറ്ററിൽ കൂടുതൽ. എന്നാൽ ഗോതമ്പിനാണെങ്കിലോ അതിൻ്റെ പകുതി മതി, അല്ലെ? 75 സെന്റിമീറ്റർ മഴ വേണം. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 3-ാം സ്ഥാനമുള്ള ഭക്ഷ്യവിളയാണ് ചോളം. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 3-ാം സ്ഥാനമുള്ള ഭക്ഷ്യവിള ഏതാണ്? ചോളമാണ്. ചോളം കൃഷിക്ക് അനുയോജ്യമായ മഴയുടെ അളവ് എത്രയാണ്? 75 സെന്റിമീറ്റർ. അപ്പോൾ ഗോതമ്പും ചോളത്തിനും എത്ര മഴ മതി? 75 സെന്റിമീറ്റർ മഴ മതി. ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകൾ ഏതെല്ലാമാണ്? നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധവിളകൾ, മറ്റു വിളകൾ, അല്ലെ? ഇതൊക്കെ എന്താണ്? പ്രധാന നാണ്യവിളകളാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ നാരുവിള, പാനീയവിള, സുഗന്ധവിള, മറ്റു വിളകള്? അതിൽ ഉൾപ്പെടുന്ന എന്താണ് വിഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നാരുവിളകളിൽ ഉൾപ്പെടുന്നത് പരുത്തി, ചണം എന്നിവയാണ്. അപ്പൊ പരുത്തി, ചണം എന്നിവ നാരുവിളകളാണ്. തേയില, കാപ്പി എന്നിവ പാനീയ വിളകളാണ്. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പൂ, ഇഞ്ചി എന്നിവ സുഗന്ധവിളകളാണ്. മറ്റു വിളകൾ ഏതെല്ലാമാണ്? കരിമ്പ്, റബ്ബർ എന്നിവ മറ്റു നാണ്യവിളകളാണ്. ക്ലിയർ ആണോ? അടുത്തത്, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ 20°C മുതൽ 30°C വരെ താപനിലയും ചെറിയ തോതിലുള്ള മഴയുമാണ് എന്തിനു വേണ്ടത്? പരുത്തി കൃഷിക്ക് വേണ്ടത്. 20 മുതൽ 30°C വരെ താപനില ആവശ്യമുണ്ട്. ചെറിയ തോതിലുള്ള മഴയും ആവശ്യമുണ്ട്. ഇതിന് പരുത്തി കൃഷിക്ക്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് എന്നിവ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. അടുത്തത്, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുത്തിയാണ്. പരുത്തി, യൂണിവേഴ്സൽ ഫൈബർ പരുത്തി. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തി തുണി വ്യവസായം. ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മളതൊന്ന് കിട്ടാത്ത ഭാഗങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ പരുത്തിത്തുണി മിൽ സ്ഥാപിതമായത് എവിടെ? 1818 കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യ പരുത്തിത്തുണി മിൽ സ്ഥാപിതമായത്. എവിടെയാണ്? ഫോർട്ട് ഗ്ലസ്റ്റർ. എപ്പോഴാണ്? 1818 കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യ പരുത്തിത്തുണി മിൽ സ്ഥാപിതമായത്. അടുത്തത്, വൻതോതിൽ പരുത്തിത്തുണി ഉൽപാദനം ആരംഭിച്ചത് എവിടെയാണ്? 1854 മുംബൈയിലാണ് വൻതോതിൽ പരുത്തിത്തുണി ഉൽപാദനം ആരംഭിച്ചത്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. കോട്ടണോപോളിസ് മുംബൈ. PYQ ആണ്. അടുത്തത്,
ഇന്ത്യയിലെ പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? മുംബൈ, അഹമ്മദാബാദ് എന്നിവ ഇന്ത്യയിലെ പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളാണ്. ചണം കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും. ചണം കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ എങ്ങനെയാണ്? ഉയർന്ന താപനിലയായിരിക്കണം, 150 സെന്റിമീറ്റർ കൂടുതൽ മഴ ലഭിക്കണം. ചണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ചണം കൃഷിക്ക് എങ്ങനെയുള്ള മണ്ണാണ് വേണ്ടത്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. നമ്മുടെ ഗോതമ്പിന് ഇങ്ങനെയുള്ള മണ്ണല്ലേ വേണ്ടിയിരുന്നത്. ഓക്കെ. അടുത്തത്, പ്രധാന ചണ ഉൽപാദന മേഖലയാണ് പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം. പ്രധാന ചണ ഉൽപാദന മേഖലയാണ് പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം. ചണം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷ എന്നിവ ചണം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ്. ചണം ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ചണം ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. പരുത്തിത്തുണി എത്രയായിരുന്നു പറഞ്ഞ സ്ഥാനം? 4 അല്ലേ. സുവർണ നാര് അഥവാ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചണമാണ് അല്ലേ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. തേയില കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ 200-നും 250-നും ഇടയിൽ 200-നും 250 സെന്റിമീറ്റർ മഴയും 25 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയുമാണ് എന്തിനാവശ്യം? തേയില കൃഷിക്ക് ആവശ്യം. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അസമാണ്. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അസം. കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 6. കാപ്പി ഉൽപാദനത്തിൽ 6ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. കാപ്പി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ മിത താപനില, ഉയർന്ന മഴ. മിത താപനിലയും ഉയർന്ന മഴയുമാണ് കാപ്പി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ. ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരു ഏത്? ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരുവാണ് അറബിക്ക. ഏതാണ്? അറബിക്ക. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. പഞ്ചസാര, ശർക്കര എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർഷിക വിളയാണ് കരിമ്പ്. പഞ്ചസാര, ശർക്കര എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർഷിക വിള ഏതാണ്? കരിമ്പ്. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അഥവാ എക്കൽ മണ്ണ്. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അഥവാ കറുത്ത മണ്ണും എക്കൽ മണ്ണും. അപ്പോൾ കറുത്ത മണ്ണും എക്കൽ മണ്ണും എന്തിനാവശ്യമാണ്? കരിമ്പിന്. അപ്പം അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു? പരുത്തി കൃഷിക്കും കറുത്ത മണ്ണും എക്കൽ മണ്ണും ആവശ്യമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇതൊക്കെ ഓർത്തിരിക്കണേ. അടുത്തത്, കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ആണ്. കരിമ്പ് ഉൽപാദനത്തിൽ 2ാം സ്ഥാനമാണ്. കരിമ്പ്, പഞ്ചസാര ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. കരിമ്പ്, പഞ്ചസാര ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില, 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ ഏതിനാവശ്യമുണ്ട്? റബ്ബർ കൃഷിക്ക് ആവശ്യമുണ്ട്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. റബ്ബറിൻ്റെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരനായ വില്യം ഹെൻറിയാണ്. ആരാണ്? വില്യം ഹെൻറി. 1875-ലാണ് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. അലോഹ ധാതുക്കൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, അബ്രം. അബ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്ക അല്ലെ. അലോഹ ധാതുക്കൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, അബ്രം എന്നിവ. ഇന്ത്യയിൽ കാണപ്പെടുന്ന 4 തരം ഇരുമ്പ് അയിരുകളുണ്ട്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഏതെല്ലാമാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന 4 തരം ഇരുമ്പ് അയിരുകൾ? ഏതെല്ലാമാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്,
ലിമോണൈറ്റ് സിഡറൈറ്റ്. ഓക്കെ. അടുത്തത് ലോകത്തെ ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്? ലോകത്തെ ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്? 20%. ഇരുമ്പയിര് കയറ്റുമതി ഇന്ത്യയുടെ സ്ഥാനം 4. ഇരുമ്പയിര് കയറ്റുമതി ഇന്ത്യയുടെ സ്ഥാനം 4. ഇന്ത്യയിൽ നിന്ന് പ്രധാനമായും ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവയാണ്. ഇന്ത്യയിൽ നിന്നും പ്രധാനമായും ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ. അടുത്തത് ഇരുമ്പയിര് ഖനന മേഖലകളും അവ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളും ഏതെല്ലാമാണെന്ന് നോക്കാം. ഇരുമ്പയിര് ഖനന മേഖലകളും അവ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളും നോക്കാം. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ധാർ എന്നിവ ഉൾപ്പെടുന്നത് ഒഡീഷയിലാണ്. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ എന്നിവ ഉൾപ്പെടുന്നത് എവിടെയാണ്? ഒഡീഷ. സിംഗ്ബം ദുർഗ് എന്നിവ ഉൾപ്പെടുന്നത് ജാർഖണ്ഡിലാണ്. സിംഗ്ബം ദുർഗ് എന്നിവ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ബെല്ലാരി, ചിക്മാംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ് എന്നിവ കർണാടകയിലാണ്. ബെല്ലാരി, ചിക്മാംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ് എന്നിവ കർണാടകയിലാണ്. മർമഗോവ ഗോവയിലാണ്. സേലം, നീലഗിരി എന്നിവ തമിഴ്നാടാണ്. അപ്പോൾ നോക്കാം. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ ഒഡീഷ. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ ഒഡീഷ. സിംഗ്ബം ദുർഗ് ജാർഖണ്ഡ്. സിംഗ്ബം ദുർഗ് ജാർഖണ്ഡ്. ബെല്ലാരി, ചിക്മാംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ് കർണാടക. ബെല്ലാരി, ചിക്മാംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ് കർണാടക. മർമഗോവ ഗോവ. സേലം, നീലഗിരി തമിഴ്നാട്. ഓക്കെ. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, അതായത് ടിസ്കോ. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അഥവാ ടിസ്കോ. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എന്താണ്? ഇസ്കോ അല്ലേ? IISCO. ഓക്കെ. പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. നോക്കാം. അടുത്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, അല്ലെ? VISL. കർണാടകയിലെ ഭദ്രാവതിയിലാണ് ഉള്ളത്. കർണാടകയിലെ ഭദ്രാവതിയിലാണ് എന്തുള്ളത്? VISL ഉള്ളത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഓക്കെ. അടുത്തത് 1959 റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. എന്താണ്? 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ഭിലായ് എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ദുർഗിൽ സ്ഥിതി ചെയ്യുന്നു. എന്താണ് ഇത് അറിയപ്പെടുന്നത്? എന്താണ്? ഭിലായ് എന്നാണ്. ഈ ഭിലായ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലെ ദുർഗിൽ സ്ഥിതി ചെയ്യുന്നു. 1959 ഭിലായ്. ഓക്കെ. ആരുടെ സഹായം? റഷ്യയുടെ സഹായം. അടുത്തത് 1959 തന്നെ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. അതുകൂടാതെ റൂർക്കേല എന്നറിയപ്പെടുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാല 1959 ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ചു. അടുത്തത് 1962 ബ്രിട്ടന്റെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ദുർഗാപൂർ. ഓക്കെ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. അടുത്തത് ബൊക്കാറോ.
എന്താണ് ബൊക്കോറോ? 1964 ഏതാണ്? 1964 റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ഓക്കെ, ഇത് എവിടെയാണ്? ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ. അടുത്തത്, ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന അലോഹ ധാതുവാണ് കൽക്കരി. എന്താണ്? ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന അലോഹ ധാതുവാണ് കൽക്കരി. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ഏതാണ്? മാംഗനീസ് ആണ്. അലോഹധാതു കൽക്കരി, ലോഹധാതു മാംഗനീസ്. മാംഗനീസ് ഉൽപാദനത്തിന് മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷ. മാംഗനീസ് ഉൽപാദനത്തിന് മുന്നിലുള്ള സംസ്ഥാനം ഒഡീഷ. സ്വർണം ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? കർണാടക. സ്വർണം ഉൽപാദനത്തിന് മുന്നിലുള്ള സംസ്ഥാനം കർണാടക. പ്രധാന വെള്ളി ഉൽപാദക സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടക എന്നിവ. പ്രധാന വെള്ളി ഉൽപാദക സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടക എന്നിവ. പ്രധാന ചെമ്പ് ഉൽപാദക സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? രാജസ്ഥാൻ, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവ പ്രധാന ചെമ്പ് ഉൽപാദക സംസ്ഥാനങ്ങളാണ്. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? വെള്ളിയാണ്. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ധാതു വെള്ളി. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ധാതുവാണ് ചെമ്പ്. വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ചെമ്പ്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. പ്രധാന ബോക്സൈറ്റ് ഉൽപാദക സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നിവ. പ്രധാന ബോക്സൈറ്റ് ഉൽപാദക സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നിവ. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന ധാതുവാണ് അബ്രം. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? അബ്രമാണ്. ഏതാണ്? അബ്രം. അടുത്തത് നോക്കാം. പ്രധാന മൈക്ക ഉൽപാദക സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ എന്നിവ പ്രധാന മൈക്ക ഉൽപാദക സംസ്ഥാനങ്ങളാണ്. ഏതെല്ലാമാണ്? ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ എന്നിവ പ്രധാന മൈക്ക ഉൽപാദക സംസ്ഥാനങ്ങളാണ്. അടുത്ത പ്രധാന ധാതു ഇന്ധനങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. പ്രധാന ധാതു ഇന്ധനങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ. ഇന്ത്യയിൽ മുഖ്യ താപോർജ്ജ സ്രോതസ്സായി ഉപയോഗിക്കുന്നത് കൽക്കരിയാണ്. ഇന്ത്യയിൽ മുഖ്യ താപോർജ്ജ സ്രോതസ്സായി ഉപയോഗിക്കുന്നത് കൽക്കരി. ഇന്ത്യയിൽ കൂടുതലായി കാണുന്ന കൽക്കരിയാണ് ബിറ്റുമിനസ്. എന്താണ്? ഇന്ത്യയിൽ കൂടുതലായി കാണുന്ന കൽക്കരി ഏതാണ്? ബിറ്റുമിനസ്. അല്ലെ, കൽക്കരി ബിറ്റ് ബിറ്റായിട്ടല്ലേ കാണപ്പെടുക? അങ്ങനെ അങ്ങോട്ട് കണക്ട് ചെയ്യാം. അടുത്തത്, പ്രധാന കൽക്കരി ഉൽപാദക സംസ്ഥാനങ്ങളാണ് വെസ്റ്റ് ബംഗാൾ, അല്ലെ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവ പ്രധാന കൽക്കരി ഉൽപാദക സംസ്ഥാനങ്ങളാണ്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവ പ്രധാന കൽക്കരി ഉൽപാദക സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരിപ്പാടമാണ് റാണിഗഞ്ച്. ഇന്ത്യയിലെ ഏറ്റവും പഴയത് ഏതാണ്? ഏതാണ്? റാണിഗഞ്ച്. വെസ്റ്റ് ബംഗാളിലെ റാണിഗഞ്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ. അപ്പോൾ വലിയ ജാറാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ, ജാർഖണ്ഡ്. അടുത്ത, കൽക്കരി ഇനമായ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലമാണ് നെയ്വേലി. തമിഴ്നാട്ടിലുള്ള നെയ്വേലി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്തുള്ളത്? എന്താണ് ഉള്ളത്? നെയ്വേലിയിലെ കൽക്കരി, അല്ലെ, കൽക്കരിയുടെ ഇനമായ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലമാണ് ഇത്? നെയ്വേലി, തമിഴ്നാട്. ലിഗ്നൈറ്റ്, നെയ്വേലി, തമിഴ്നാട്. PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ സ്രോതസ്സായി ഉപയോഗിക്കുന്ന ധാതുവാണ് പെട്രോളിയം. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ സ്രോതസ്സായി ഉപയോഗിക്കുന്ന ധാതുവാണ് പെട്രോളിയം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോൾ, ഡീസൽ, വാസലിൻ, രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ എന്നിവ എന്താണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. പ്രധാന പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് പെട്രോളിയം, ഡീസൽ, വാസലിൻ, അല്ലെ, അതുപോലെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ എന്നിവ പ്രധാന പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്.
അടുത്ത പ്രധാന പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവ പ്രധാന പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങളാണ്. അടുത്ത ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് അസമിലെ ദിഗ്ബോയ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് അസമിലെ ദിഗ്ബോയ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ. അടുത്തത് പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം ഏതാണ്? പ്രകൃതിവാതകം. പ്രധാന ആണവധാതുക്കളാണ് യുറേനിയം, തോറിയം എന്നിവ. പ്രധാന ആണവധാതുക്കളാണ് യുറേനിയം, തോറിയം. PYQ. അടുത്തത് യുറേനിയം നിക്ഷേപമുള്ള സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവ. യുറേനിയം നിക്ഷേപമുള്ള സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവ. തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന ധാതുവാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നിവ. തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തീരദേശ മണലിൽ കാണുന്ന ധാതുവാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നിവ. അടുത്തത് യുറേനിയം നിക്ഷേപമുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവ യുറേനിയം നിക്ഷേപമുള്ള സംസ്ഥാനങ്ങളാണ്. ഏതെല്ലാമാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര യുറേനിയം നിക്ഷേപമുള്ള സംസ്ഥാനങ്ങളാണ്. പിന്നെ ഇത് കുറച്ച് ബോറടിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 10 മിനിറ്റ് ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെ അത് റിവൈസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ബാക്കിയുള്ളത് കാണുക. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തിട്ട് അത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. ഇത് കുറച്ച് ബോറടിക്കുന്ന ഒരു വിഷയം കൂടെയാണ്, എങ്കിലും നമുക്ക് പഠിക്കാതെ പറ്റില്ലല്ലോ. ഓക്കെ, അടുത്ത പോയിന്റ്. തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന ധാതുവാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നിവ. അപ്പോൾ മോണോസൈറ്റ്, ഇൽമനൈറ്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തീരദേശ മണലിൽ കാണുന്ന ധാതുവാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നിവ. തോറിയത്തിന്റെ അയിരായി ഉപയോഗിക്കുന്ന ധാതുവാണ് മോണോസൈറ്റ്. തോറിയത്തിന്റെ അയിരായി ഉപയോഗിക്കുന്ന ഏതാണ്? തോറിയത്തിന്റെ അയിരായി ഉപയോഗിക്കുന്ന ധാതുവാണ് മോണോസൈറ്റ്. ഇൽമനൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. ഇൽമനൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. താരാപൂർ, മഹാരാഷ്ട്ര. റാവത്ത്ബഡ്, രാജസ്ഥാൻ. കൽപ്പാക്കം, കൂടംകുളം, തമിഴ്നാട്. കൽപ്പാക്കം, കൂടംകുളം ആണവ നിലയം തമിഴ്നാട്. കൈഗ, കർണാടക. കക്രപാറ, ഗുജറാത്ത്. നറോറ, ഉത്തർപ്രദേശ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ് കൽക്കരി, പെട്രോളിയം എന്നിവ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയേറ്റ ഊർജ്ജം, ജൈവവാതകം എന്നിവ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. നമുക്ക് പാരമ്പര്യമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പെട്ടെന്ന് തീർന്നു പോകും അല്ലേ? നമ്മൾ പാരമ്പര്യമായിട്ടുള്ള സ്വത്തൊക്കെ എടുത്ത് വെച്ചില്ലെങ്കിൽ എന്താവും? അതൊക്കെ തീർന്നു പോകും. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പം പാരമ്പര്യേതരം എന്ന് പറഞ്ഞാലാണ് എന്താണ്? ഒരിക്കലും തീർന്നു പോവില്ല. അതേത് ഊർജ്ജ സ്രോതസ്സാണ്? സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയേറ്റ ഊർജ്ജം, ജൈവവാതകം എന്നിവ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുക. അടുത്തത് ഇന്ത്യയിലെ വിവിധ തരം റോഡുകൾ, ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിവയാണ് ഇന്ത്യയിലെ വിവിധ തരം റോഡുകൾ. ഏതെല്ലാമാണ്? ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിവ. അടുത്തത് ദേശീയപാതകളുടെ നിർവഹണ ചുമതല നിർവഹിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ദേശീയപാതകളുടെ നിർവഹണ ചുമതല നിർവഹിക്കുന്നത് കേന്ദ്ര സർക്കാർ. സംസ്ഥാന ഹൈവേകളുടെ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരിനാണ്. ജില്ലാ റോഡുകളുടെ നിർമ്മാണ പരിപാലന ചുമതല ആർക്കാണ്? ജില്ലാ പഞ്ചായത്തിന്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ പരിപാലന ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യമുള്ള 80% ഏതുതരം റോഡുകളാണ്? ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ഇന്ത്യയിലെ മെഗാനഗരങ്ങളായ
ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് 6 വരി പാതയാണ് സുവർണ ചതുഷ്കോണം അഥവാ സൂപ്പർ ഹൈവേ. സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. അടുത്തത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ ചുമതല ആർക്കാണ്? നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ ചുമതല. അടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 അല്ലെ. മഹാരാഷ്ട്രയിലെ മുംബൈ ടു താനെ വരെ 34 കിലോമീറ്ററാണ് ഈ റെയിൽ ഗതാഗതത്തിന്റെ നീളം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853 മഹാരാഷ്ട്രയിലെ മുംബൈ ടു താനെ 34 കിലോമീറ്റർ. നോക്കൂ, അടുത്തത് റെയിൽ ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലമൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുക, റെയിൽ ഗേജ്, ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിങ്ങനെ 3 തരത്തിലാണുള്ളത്. ബ്രോഡ് ഗേജിന്റെ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 ആണ് ബ്രോഡ് ഗേജ്. അപ്പോൾ ഏറ്റവും നീളം കൂടുതൽ ബ്രോഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്തിരി വലുത് എന്നുള്ള രീതിയിലല്ലേ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ബ്രോഡ് ഗേജ് 1.676 മീറ്റർ അതിൻ്റെ അകലം, പാലങ്ങൾ തമ്മിലുള്ള അകലം. അടുത്ത ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം എന്ന് പറയുന്നത് 24% ബ്രോഡ് ഗേജ് ആണുള്ളത്. അതുപോലെ മീറ്റർ ഗേജ്, പാളങ്ങൾ തമ്മിലുള്ള അകലം മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുക 1 മീറ്റർ എന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ 1 മീറ്റർ, ആ 1 മീറ്റർ പാളങ്ങൾ തമ്മിലുള്ള അകലമുള്ള ഈ മീറ്റർ ഗേജ് എത്ര ശതമാനമുണ്ട് ഇന്ത്യയിൽ? 21% അതുപോലെ നാരോ ഗേജ് ആണെങ്കിലോ 0.762 അല്ലെ, ഏറ്റവും ചെറുത് നാരോ 0.762 മീറ്റർ അല്ലെങ്കിൽ 0.610 മീറ്റർ. അത് എത്രയാണ്? 5% ഉള്ളത് അല്ലേ. ക്ലിയർ ആണോ? അടുത്തത് കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ചത് എപ്പോഴാണ്? 1998 കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ചത്. അടുത്ത കൊങ്കൺ റെയിൽവേ പാതയുടെ ആകെ നീളം 760 കിലോമീറ്റർ ആണ്. കൊങ്കൺ റെയിൽപാതയുടെ ആകെ നീളം എത്രയാണ്? 760 കിലോമീറ്റർ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണ് കൊങ്കൺ റെയിൽപാത സ്ഥിതി ചെയ്യുന്നത്. എത്രയാണ്? 760 കിലോമീറ്റർ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ. അടുത്ത കൊങ്കൺ പാതയിൽ 146 നദികളും 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. കൊങ്കൺ പാതയിൽ 146 നദികളും 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. അടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊങ്കൺ പാതയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് കൊങ്കൺ പാതയിലാണ്. 6.5 കിലോമീറ്റർ. കൊങ്കൺ റെയിൽവേ സംരംഭത്തിൽ പങ്കാളിയായ സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗോവ, കർണാടകം എന്നിവ. കൊങ്കൺ റെയിൽവേ സംരംഭത്തിൽ പങ്കാളിയായ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടക. അടുത്ത വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗമാണ് ജലഗതാഗതം. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗം ഏതാണ്? ജലഗതാഗതമാണ്. ഏറ്റവും കുറഞ്ഞ ഗതാഗത മാർഗം, അതായത് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ്? ജലഗതാഗതമാണ്. ഇതൊക്കെ PYQ ആണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും അനുയോജ്യമായ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും അനുയോജ്യമായ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രയോജനപ്പെടുത്തുന്നത് നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളാണ്. ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രയോജനപ്പെടുത്തുന്നത് നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളാണ്. ബക്കിംഗ്ഹാം കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ആന്ധ്രാപ്രദേശിലാണ് ബക്കിംഗ്ഹാം കനാൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് മണ്ഡോവി, സുബാരി എന്നിവ ഏത് സംസ്ഥാനത്തെ നദികളാണ്? ഗോവ അല്ലെ. ഗോവയുടെ പ്രധാന നദിയാണ് ഇത് മണ്ഡോവി അല്ലെ. അപ്പൊ മണ്ഡോവി, സുബാരി എന്നിവ ഏത് സംസ്ഥാനത്തെ നദികളാണ്? ഗോവ അല്ലെ. ഉൾനാടൻ
ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് എപ്പോഴാണ്? ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് 1986. PYQ ആണ്. അടുത്തത് 1986 ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചത് 5 എണ്ണമാണ്. 1986 ദേശീയ ജലപാതയെ പ്രഖ്യാപിച്ചത് എത്ര എണ്ണമാണ്? 5 എണ്ണം. ഗംഗാനദി, അടുത്തത് ഇവിടെ നിന്ന് ഒരു മാർക്കുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കാം. ഗംഗാനദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ 1620 കിലോമീറ്റർ നീളമുള്ളതാണ് ദേശീയ ജലപാത 1, NW1 എന്നറിയപ്പെടുന്നു. എന്താണ് NW1? നദി ഗംഗ, അലഹബാദ് ടു ഹാൽഡിയ 1620 കിലോമീറ്റർ. അടുത്തത് എന്താണ്? NW2 ആണ് അല്ലെ. ബ്രഹ്മപുത്ര നദി ഏതാണ്? ബ്രഹ്മപുത്ര. സാദിയ ടു ദുബ്രി അല്ലെ, സാദിയ ടു ദുബ്രി 891 കിലോമീറ്റർ നീളം. എന്താണ്? NW2 അല്ലെ, ദേശീയ ജലപാത 2. അടുത്തത് കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാതയാണ് NW3, ദേശീയ ജലപാത 3. അത് കേരളത്തിൽ എവിടെയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമ തീര കനാലിലൂടെ 205 കിലോമീറ്റർ നീളമുള്ളതാണ് ദേശീയ ജലപാത 3 അഥവാ NW3. നോക്കൂ, ഇത് നിലവിൽ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട് അല്ലേ. കൊല്ലം ടു കോഴിക്കോടാണ്, പക്ഷെ നമ്മുടെ SCRT എന്താണ് തന്നിരിക്കുന്നത്? കൊല്ലം ടു കോട്ടപ്പുറം. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കണം. അടുത്തത് 2016 ദേശീയ ജലപാത നിയമപ്രകാരം ദേശീയ ജലപാത 3 കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട് 165 കിലോമീറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് ഗോദാവരി നദിയിലാണ്. ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള 1095 കിലോമീറ്റർ നീളമുള്ള കനാലാണ് ദേശീയ ജലപാത 4, NW4. എന്താണ്? ഗോദാവരി ടു കൃഷ്ണ നദിയുമായി ചേർന്ന് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള 1095 കിലോമീറ്റർ നീളമുള്ള കനാലാണ് ദേശീയ ജലപാത 4, NW4. അടുത്തത് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് ദേശീയ ജലപാത 5, NW5 എന്ന് പറയുന്നത്. നോക്കൂ, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കുക? നമുക്കിത് ഓർത്തിരിക്കണം അല്ലെ, ഒരു മാർക്ക് എന്തായാലും ഇവിടെ നിന്ന് ചോദിക്കും. അപ്പോൾ ആദ്യത്തെ NW1 നദി ഏതാ? ഗംഗ. 2 NW2 നദി ഏതാ? ബ്രഹ്മപുത്ര. 3 എന്താണ്? കൊല്ലം ടു കോട്ടപ്പുറം വരെ കേരളത്തിലൂടെ പോകുന്നു. അടുത്തത് NW4 എന്താ? ഗോദാവരി കൃഷ്ണ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു അല്ലേ. 4 പിന്നെ 5 എന്താ? പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ച് ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ അല്ലേ, അതാണ് എന്ത്? NW5. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഗംഗാനദി NW1 ഏതാണ്? സ്ഥലം അലഹബാദ് ടു ഹാൽഡിയ, ആഹാ അല്ലേ. അടുത്തത് NW2 സാദിയ ടു ദുബ്രി, സാധു. നോക്ക്, ആഹാ സാധു, ആഹാ സാധു. അങ്ങനെ കണക്ട് ചെയ്യുക രണ്ടും കൂടെ. ഓക്കെ, 3 കേരളത്തിലാണെന്ന് നമുക്കറിയാം. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് നോക്കാം. പൂർവ്വതീര കനാലുമായി ഓക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങളാണ് കാണ്ടില. കാണ്ടില എവിടെയാണ്? ഗുജറാത്ത്. മുംബൈ. നവശേവ എവിടെയാണ്? മഹാരാഷ്ട്ര. മർമഗോവ എവിടെയാണ്? ഗോവ. മംഗലാപുരം എവിടെയാണ്? കർണാടക. കൊച്ചി ഏതാണ്? കേരളം. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങളാണ് കാണ്ടില, മുംബൈ, മർമഗോവ അല്ലെ. മുംബൈ, നവശേവ 2 തുറമുഖങ്ങളുണ്ട് മഹാരാഷ്ട്രയില്. മുംബൈ, നവശേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി എന്നിവ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങളാണ്. അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഉള്ള പ്രധാന തുറമുഖങ്ങൾ തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം. പടിഞ്ഞാറല്ല കേട്ടോ, കിഴക്കാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങളാണ് തൂത്തുക്കുടി, ചെന്നൈ, തമിഴ്നാട്. ചെന്നൈ എവിടെയാണ്? തൂത്തുക്കുടി, ചെന്നൈ തമിഴ്നാടാണ് അല്ലെ. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, പാരദ്വീപ് ഒഡീഷ, ഹാൽഡിയ കൊൽക്കത്ത പശ്ചിമ ബംഗാൾ. നോക്കൂ ഒന്നുകൂടെ. തൂത്തുക്കുടി, ചെന്നൈ തമിഴ്നാട്, വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, പാരദ്വീപ് ഒഡീഷ, ഹാൽഡിയ കൊൽക്കത്ത പശ്ചിമ ബംഗാൾ. ഇതെന്താണ്? ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങളാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പ്രധാന തുറമുഖമാണ് തൂത്തുക്കുടി. എവിടെയാണ്? തമിഴ്നാട്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പ്രധാന തുറമുഖം തൂത്തുക്കുടി എവിടെയാണ്? തമിഴ്നാട്. നവശേവ തുറമുഖം ഇപ്പോൾ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു തുറമുഖം. നവശേവ തുറമുഖം അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു തുറമുഖം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയുടെ വ്യോമ ഗതാഗതത്തെ നിയന്ത്രിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ വ്യോമ ഗതാഗതത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള വിമാനത്താവളങ്ങളാണ്
11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളടക്കം 126 വിമാനത്താവളങ്ങളുണ്ട്. എന്താണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള വിമാനത്താവളങ്ങൾ എത്ര എണ്ണമാണ്? 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ 126 എന്തുണ്ട്? വിമാനത്താവളങ്ങളുണ്ട്. അടുത്ത അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് എയർ ഇന്ത്യ ആണ്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് എയർ ഇന്ത്യ ആണ്. ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ എയർലൈൻസ്. ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ എയർലൈൻസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് പഠിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ പോയിന്റ്സും വേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്